ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ അല്ലൂസ് മല്ലൂസ് യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഹെയർ ഓയിലാണ്. ഇതിന് വേണ്ടുന്നതെന്ന് പറയുന്നത് കറിവേപ്പില, ചെറുള്ളി, തേയില, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്, ചെമ്പരത്തിയില, പേരയില, ചെമ്പരത്തിപ്പൂവ്, പാരച്യൂട്ട് ഓയിൽ, ഇതൊക്കെയാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെറുള്ളി എടുത്തിട്ടുണ്ട്. ചെറുള്ളി നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഈ ചെറുള്ളി എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിന് നന്നായിട്ട് മീൻസ് നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് തണുപ്പ് കിട്ടും. അതുപോലെ തന്നെ ഹെയർ നന്നായിട്ട് വളരാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇപ്പോൾ ചൂടൊക്കെയല്ല, അപ്പം നമ്മൾ ചെറുള്ളി ഇട്ട് നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുമ്പോൾ നല്ല തണുപ്പാണ് നമ്മുടെ തലയിലേക്ക് കിട്ടുന്നത്. അപ്പം രണ്ടാമത് ഞാൻ എടുക്കുന്നത് കറിവേപ്പിലയാണ്. കറിവേപ്പില എന്ന് പറയുമ്പോൾ ആൻറ്റി ഫംഗൽ ആൻഡ് ആൻറ്റി ബാക്ടീരിയൽ ആണ് അല്ലേ. അപ്പം ഇതുള്ളതിനാൽ തന്നെ നല്ല നമ്മുടെ മുടിക്ക് നല്ല തിളക്കം കിട്ടുകയും അകാലം വരെ കുറയ്ക്കുകയും പിന്നെ നമ്മുടെ മുടിയുടെ ആ ഒരു പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് പിഗ്മെൻറ്റേഷൻ നിലനിർത്താനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ താരൻ എന്ന് പറയുന്നൊരു മുഖ്യ ശത്രു, അത് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് ഞാൻ എടുത്തിരിക്കുന്നത് ചെമ്പരത്തി ഇലയാണ്. പിന്നെ പേരയില എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പേരയില എന്ന് പറയുന്നത് ഈ ഇലകളിൽ സാപ്പോണിൻ, ടാനിൻ എന്ന് പറയുന്ന നിരവധി ബയോബാക്ടീരിയകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ താരൻ എന്ന് പറയുന്ന ആ ഒരു മുഖ്യ ശത്രു നമുക്ക് ഇല്ലാതാക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം ഞാൻ കുറച്ച് ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2-3 സ്പൂൺ ഉലുവ. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേന്ന് രാത്രി കുതിർത്ത ഉലുവ എടുക്കാം. അതുപോലെ തന്നെ അപ്പോൾ തന്നെ എടുത്ത ഉലുവ എടുക്കാം, മീൻസ് കുതിർക്കാത്ത ഉലുവ കേട്ടോ. അപ്പം ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. പേസ്റ്റ് ആക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അതിൻ്റെ ഒരു നീര് വരുന്ന രീതിയിൽ ചെറുതായിട്ട് ഞാൻ വെള്ളം ഡിപ്പ് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒരു പേസ്റ്റ് പോലെ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പറയുന്നത് പാരച്യൂട്ട് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നാച്ചുറലായിട്ടുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. എനിക്ക് ഇഷ്ടമെന്ന് പറയുന്നത് പാരച്യൂട്ട് ഓയിലാണ്, ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എണ്ണ ചെറുതായിട്ടൊന്ന് ഇതാവുന്നവരെ നമ്മൾ അടുത്തതായിട്ട് ഇടാൻ പോകുന്നത് ചെമ്പരത്തി പൂവാണ് കേട്ടോ. ചെമ്പരത്തി പൂവ് ഇടണം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത് ചെറു ഉള്ളി ഇട്ടിട്ടുണ്ട്. ഈ ചെമ്പരത്തി പൂവ് ഞാൻ ഉണക്കി വെച്ചിരുന്നതാണ് കേട്ടോ. വെയിലത്ത് വെച്ച് ഉണക്കി വൃത്തിയാക്കി മാറ്റി സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഇതുപോലെയുള്ള ഓയിൽസ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് അപ്പം തന്നെ പോയി പറിക്കാതെ നമ്മൾക്ക് അതിനകത്ത് വെയിലത്ത് വെച്ച് വാട്ടിയെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഞാൻ തേയില ഇട്ടിട്ടുണ്ട്. ഈ തേയില എന്ന് പറയുമ്പോൾ നമ്മുടെ ഹെയറിന് നമുക്ക് ചിലവർക്കൊക്കെ പ്രായം ഏറിയിട്ടില്ലെങ്കിൽ പോലും ഈ മുടി നരയ്ക്കാനുള്ള കാരണമുണ്ട്. അപ്പം നമ്മൾ പെട്ടെന്ന് ഡൈ തേക്കും. അപ്പോൾ ഈ ഡൈ തേക്കാതെ നമുക്ക് എന്ത് ചെയ്യും, ഇത് തേക്കാം. മീൻസ് തേയിലപ്പൊടി ഇട്ട എണ്ണ തേക്കുമ്പോൾ മുടിക്ക് നന്നായിട്ട് കറുപ്പ് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അടുത്ത എടുക്കുന്നത് നീലാംബരിയാണ്. നീലാംബരി എന്ന് പറയുമ്പം അതും മുടിയിലെ നര മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ താരനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാത്തിനും നീലാംബരീൻ്റെ ഇല ഉണക്കി പൊടിച്ചതാണ്, അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഇലയെല്ലാം നമുക്ക് ആമസോണിൽ നിന്ന് പ്രോഡക്റ്റ്സ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൗണിലൊക്കെ താമസിക്കുന്നവർക്കായാലും ഈ ഇലകളൊന്നും അത്ര സുരക്ഷിതമായിട്ടൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമുക്കിത് ആമസോണിൽ നിന്നൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇതേപോലെ നന്നായിട്ട് അതൊന്ന് തിളച്ച് വരിക. ആ ഒരു പത വരണം, ആ ഓയിലിന് പത വന്നിട്ട് കരിഞ്ഞു പോകരുത്. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ ഇട്ട് ഇളക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പത വന്ന ആ ഒരു എണ്ണയുടെ ആ ഒരു ഇത് വരുന്നവരെ നമ്മൾ ചെയ്യുക. പിന്നെ ഞാൻ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഹെൽത്തിനെ, അതുപോലെ തന്നെ അതിൻ്റെ മുടിയുടെ സ്ട്രെങ്ത്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടും ഹെയർ ബ്രേക്കേജിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു വൈറ്റമിൻ ഇ ടാബ്ലറ്റ്. അതുപോലെ നമ്മുടെ മുടിയിൽ ഓരോ ഇഴകൾക്കും ഷൈനസും, അതുപോലെ തന്നെ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ സർക്കുലേഷൻസിനെ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മുടെ മുടിക്ക് വേണ്ടുന്ന സംഭവമാണ്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയാം: കറിവേപ്പില, ചെറുള്ളി, തേയില, വൈറ്റമിൻ ഇ ടാബ്ലറ്റ്, ചെമ്പരത്തി ഇല, പേരയില, പിന്നെ ചെമ്പരത്തിപ്പൂ, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ നീലാംബരി ഇലയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. മീൻസ് അത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമ്മളതൊരു നല്ലൊരു പാത്രത്തിലോട്ട് സ്റ്റോർ ചെയ്ത് വെക്കുക. ഞാൻ ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് തുണിയാണ്, നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള തുണി എടുക്കുക. അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് മീൻസ് അത് നന്നായിട്ട് അരിച്ച് മാറ്റി വെച്ചാൽ നമുക്ക് ഹെയറിൽ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ ഇപ്പോൾ എല്ലാവരും ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നില്ലേ ഈ ഓയിൽസ്. അപ്പം അത് പർച്ചേസ് ചെയ്യാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ഒരു റെമഡിയാണിത്.
ഇത് നമ്മുടെ മുടിയിലെ താരൻ ഒക്കെ റെഡ്യൂസ് ചെയ്യും. താരനാണ് ഏറ്റവും വലിയ മുഖ്യമായിട്ടുള്ളൊരു പ്രോബ്ലം എല്ലാവർക്കും. അപ്പോൾ അതെല്ലാം റെഡ്യൂസ് ചെയ്യാം. എന്തായാലും മുടി നിങ്ങളുടെ കാലിൽ ഊറ്റി വരെ വളർന്നില്ലെങ്കിൽ പോലും ഉള്ള മുടി കൊഴിഞ്ഞു പോവാതിരിക്കും. മുടിയുടെ സ്ട്രെങ്നെസ് കൂട്ടും, മുടിക്ക് കറുപ്പ് കിട്ടും, അതുപോലെ തന്നെ താരം പോവും, പേൻ ശല്യം കുറയും. ഇതൊക്കെയാണ് ഈ ഒരു എണ്ണയുടെ ഒരു ഗുണമെന്ന് പറയുന്നത്. എല്ലാവരും ട്രൈ ചെയ്യണം, കുഞ്ഞു മക്കൾക്കും ട്രൈ ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ, ടേക്ക് കെയർ.